ദിനം പ്രതി സ്വർണത്തിന് വില കൂടുന്നത് കൊണ്ടും എൻ്റെ സ്വന്തം ജ്വല്ലറിയിൽ 2 ദിവസം മുന്നേ കള്ളൻ കയറിയത് കൊണ്ടും ഇതുപോലത്തെ ഒരു തോക്ക് കയ്യിലിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും? എവിടെ നിന്നാണ് കള്ള ചാടി വരണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഉന്നം പിടിക്കാം. ഗുഡ് മോർണിംഗ് സാർ. സാറ് സത്യത്തിൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. 2 പാക്കറ്റ് ടിഷ്യൂ പേപ്പർ, 2 പാക്കറ്റ് കാപ്പിപ്പൊടി, പിള്ളേർക്ക് കൊടുക്കാനുള്ള ബലൂണ്, പിന്നെ ചേച്ചിമാർക്ക് കൊടുക്കാനുള്ള പേഴ്സ് ഇത്ര എടുത്തിട്ടുള്ളൂ. സാറ് പറയണ എന്തും ഞാൻ ചെയ്യാം. എന്നെ ഒന്നും ചെയ്യരുത്. ഒറ്റ ഉന്നത്തിന് എത്ര കള്ളം വാങ്ങി നോക്കിയാണ് സാറേ പറ്റിപ്പോയി. സാറേ പറ്റിപ്പോയാ പിന്നെ കുഴപ്പമില്ല. കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടു. സ്വർണ്ണമല്ല ഇവിടെ ഞാൻ വെടിവെച്ച് കൊന്നാനെ കേട്ടാ. ശരി സാർ. ഞാൻ തോക്ക് ചൂണ്ടിയപ്പോ കുട്ടി എന്തോ പറഞ്ഞല്ലോ. ഗുഡ് മോർണിംഗ് സാർ എന്ന്. അത് വിട്. അത് കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത സാധനങ്ങൾ പറഞ്ഞു. അല്ല, അത് കഴിഞ്ഞിട്ട് കുട്ടി എന്തോ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് സാറ് പറയണ എന്ത് ഞാൻ ചെയ്തോളാന്ന്. സാറ് പറയുന്ന എന്ത് ഞാൻ ചെയ്തോളാന്ന്. എന്തും എന്തും. ഞാൻ കൊറേ ട്രൈ ചെയ്തു, നടന്നില്ല. പക്ഷെ എങ്കിലും ചോദിക്കുവാണ്. സാറേ സാർ എന്തോ ഉദ്ദേശിക്കുന്നേ? അതായത് ഒരു മുതലാളിയും ഒരു തൊഴിലാളിയെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എന്റെ പുറം കുറെ നേരം കൊണ്ട് ചൊറിയണമെന്ന് ചൊറിഞ്ഞു തരും. ഇങ്ങനെ കൈ കൊണ്ട് ട്രൈ ചെയ്തിട്ടേ എത്തുന്നില്ല. ഒന്ന് ചൊറിഞ്ഞു തരൂ. അതായിരുന്നാ? ഓ അത് പറഞ്ഞാ പോരെ. ചൊറി ചൊറി. അവിടെ നുള്ളു 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 നുള്ളു. മോള് മോള്. പിന്നെ കേരള പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അപ്പൊ നമ്മളെ കള്ളന്മാരെ പിടിക്കുമായിരിക്കോ സാറേ? കള്ളന്മാരെ പിടിച്ചിരിക്കും. പിടിക്കോ? പിടിക്കും. പിന്നെ നിന്നെ പിടിച്ചിട്ടുള്ള അടുത്ത കേസ്. ഞാൻ ഇത്രയും ഓടിച്ചിട്ട് നീ നിന്നില്ല. ഒരു പെണ്ണ് തൊട്ടപ്പ അപ്പ നിന്ന് അല്ലേ? സാറിന് അറിഞ്ഞാത്തോണ്ടാണ് പെണ്ണുങ്ങൾ തൊട്ടാ ഞാൻ അപ്പൊ നിൽക്കും. അത് ശരി. സാറിന്റെ സർവീസ് ഹിസ്റ്ററി എടുത്തു നോക്കി. എന്നെ ഏറ്റവും കൂടുതൽ ഓട്ടിച്ചിട്ട് പിടിച്ചിട്ട് വനിതാ പോലീസുകാരാ. ആണല്ലേ? ഒരൊറ്റ അടി വെച്ച് നല്ലടാ. ഒരു മിനിറ്റ്. വിൽ യു മാരി മീ? എവിടെ പോയത്? പണ്ട് എങ്ങനെയാണ് പോലീസിനെ കണ്ട ഓടിപ്പോവും. ഇവനാണ് അധികാരം കയ്യിലെടുക്കരുത്. കടികാരല്ലേ തോക്കാണ്. കടികാരെന്നല്ല, അധികാരം കയ്യിലെടുക്കരുതെന്ന്. ഇത് തോക്കാണ് സാറേ. തോക്ക് തോക്ക്. ഞാൻ ഉദ്ദേശിച്ച നിയമം കയ്യിലെടുക്കരുതെന്നാ. ഇങ്ങനെ എന്ത് പറയണത്? നേരത്തെ പറഞ്ഞ അധികാരം കയ്യിലെടുക്കലെന്ന്, പിന്നെ പറഞ്ഞ നിയമം കയ്യിലെടുക്കലെന്ന്. ഇനി കഴിവനെ ഞാൻ കയ്യിലെടുക്കാൻ പറ്റും. അത് കിള്ളിപ്പാലെങ്കിലും മാറുന്നില്ല. ഒന്ന് സമാധാനപ്പെടുത്ത്. സമാധാനാവും. സമാധാനം. തുള്ളു 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 തുള്ളു. ഇത് പൊട്ടണതാണോ? ഇതൊക്കെ എന്റെ കയ്യിൽ വന്നത്. തോക്കെടുത്തിട്ട് അവന്റെ കളി മനസ്സിനെ പഠിപ്പിക്കാൻ വേണ്ടി മോഷണം നടത്തുവല്ലടാ. മോഷണം നടത്തുവല്ലടാ. ഞാൻ മോഷണം നടത്തിയ എന്താണ് തെളിവ്? തെളിവെന്താ? ഈ പരിസരത്തുള്ള എല്ലാ CCTVയിലും നീ പാസ് ചെയ്യുന്നുണ്ട്. ഒരു പാസിംഗ് വേഷം ചെയ്തേനാ ഇത്രയും വിഷയം. ഞാൻ മെയിൻ റോള് സെൻട്രൽ വേഷം വേണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ സാറേ. നിന്റെ സെന്റർ തന്നെ അടിച്ചാ. ഞാൻ സാറിനോടൊരു കാര്യം പറയാം. ഇനി ഞാൻ മോട്ടിച്ച് സാർ അവിടെ പറയരുത്. ഞാൻ ജോലി ചെയ്തു. അയ്യോ, ഇതൊക്കെ ഒരു ജോലിയാണോ? പിന്നെ കള്ളന്മാര് വന്ന് മോഷണം അല്ലാതെ പിന്നെ ബാങ്കിലെ കണക്കെടുക്കൂ. സാറൊരു കാര്യം മനസ്സിലാക്കാം. ഞങ്ങൾ ഇങ്ങനെ മോഷ്ടിക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളത്. സാറിന് ഈ തൊപ്പിയുള്ളത്. എന്തിനേറെ പറയുന്നു, സാറിന്റെ കൊച്ചിന് ബിസ്ക്കറ്റ് മേടിക്കണമെങ്കിലും ഞങ്ങളെ കള്ളന്മാര് വേണം. അതറിയാമോ സാറിന്? പോലീസുകാരോട് ന്യായം പറയുന്നടാ. നീ ചെയ്ത കുറ്റത്തുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയോ? എനിക്കറിഞ്ഞൂടാ. IPC സെക്ഷൻ
വാ വാ IPC സെക്ഷൻ വാ 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 പറ സാർ പറ സെക്ഷൻ IPC സെക്ഷൻ സെക്ഷൻ Try ചെയ്യ്, പോരട്ടെ. try ചെയ്യ്. സെക്ഷൻ പോരട്ടെ പോരട്ടെ സെക്ഷൻ IPC സെക്ഷൻ സെക്ഷൻ ഓ ഇന്തത്തി തോം തകത്തിത്തേ പറയും സെക്ഷൻ IPC സെക്ഷൻ സെക്ഷൻ 378 സാറേ ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും വസ്തു സ്വന്തമാക്കി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് മോഷണമാണ്. 378 IPC. 380 വീട്ടിൽ കയറിയുള്ള മോഷണം. 381 പണിസ്ഥലത്തുള്ള മോഷണം. 382 ഭീഷണിപ്പെടുത്തിയുള്ള മോഷണം. സാറേ 10 വർഷം അഴിയണ്ടേണ്ടി വരും, അറിയാമോ? അഴി അഴിയും അഴി 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 സൂപ്പർ അല്ലേ? അച്ഛമറിയ ജോലി കയറിയതാണോ? ഒന്നും പാച്ചുമില്ല, കൈയടിക്കും. അടിച്ചു കൊടുക്കാം, അത് അടിച്ചു കൊടുക്കാം. ഒറ്റ അടി അടിച്ചോന്നില്ല, കൊച്ചു സാർ അങ്ങോട്ട് പറയടാ എങ്ങനെയാടാ നീ മോഷണം നടത്തിയത്? പറയടാ എങ്ങനെ മോഷണം നടത്തിയത് എങ്ങനെയാ? പറയടാ പറയടാ. അയ്യോ സംഭവം സാർ ഞാൻ സത്യമായിട്ട് 2 വർഷമായിട്ട് കള്ളൻ മോഷണം പരിപാടിയൊക്കെ ഞാൻ നിർത്തി. 2 വർഷമായിട്ട് നിർത്തിയാണോ അതൊക്കെ? നിർത്തിയാണ്. എന്നിട്ട് ഞാൻ ഒരു ചേച്ചി, നിങ്ങൾ എല്ലാവരും കേൾക്കണ ചേച്ചി, ഞാൻ മോഷണം പരിപാടിക്കൊക്കെ പോകുമായിരുന്നു. ഞാൻ 2 വർഷം മുമ്പ് ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഒരു ചെറിയ കടയിട്ട് ജീവിക്കുമായിരുന്നു, അറിയാമോ? അപ്പം ഒരു ദിവസം എൻ്റെ ഭാര്യ വന്ന് എന്നോട് പറയണു, ചേട്ടാ കുടുംബത്തിലൊരു കല്യാണമാണ്, 2 പവന്റെ മാല ഇട്ടുണ്ടേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവുന്നു. ഈ പ്രാവശ്യത്തെ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില വെച്ചോണ്ട് ഞാൻ എങ്ങനെ ചേച്ചി 2 പവന്റെ മാല മേടിച്ചു കൊടുക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു വഴിയില്ല. പിന്നെ ഞാൻ പഴയ എൻ്റെ പരിപാടിയൊക്കെ പൊടി തട്ടിയെടുത്ത് ഞാൻ നൈസിന് ഇതിനകത്ത് കയറി ഒരു 2 പവന്റെ മാല എടുത്ത് നൈസിന് കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്തു. അവൾ നൈസിന് ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോയി. തിരിച്ച് നൈസിന് കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നു. ഞാനത് നൈസിന് ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു വെക്കാൻ വന്നപ്പോഴാണ് ഈ സാറ് കണ്ട. അല്ലാതെ നിങ്ങളെന്നെ ഓടിച്ച് പിടിച്ചൊന്നുമില്ല. ഞാൻ ആ സ്വർണ്ണമാല ഒരു സ്ഥലത്തും കൊണ്ടുവന്ന് വിൽക്കാനൊന്നും നോക്കിയിട്ടില്ല. മോഷണം നടത്തിയിട്ട് ന്യായം പറയാ. ഇവൻ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ. അല്ല, സ്വർണത്തിന് ഇങ്ങനെ വില കൂടിയ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? ഇതുപോലെ സ്വർണ്ണം ഇടണമെന്ന് തോന്നിയാൽ ഇതുപോലെ മോഷണം നടത്തും, കൊണ്ടുപോകും, ആവശ്യം കഴിയും, തിരിച്ചു കൊണ്ടേക്കും. മോഷണം നടത്തും, കൊണ്ടുപോകും, ആവശ്യം കഴിയും, തിരിച്ചു കൊണ്ടേക്കും. അല്ലാതെ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? പറ. അത് കൊള്ളാം, നല്ല ഐഡിയ. ഞാനൊരു കാര്യം ചെയ്യാം, വേറെ ജ്വല്ലറി തുടങ്ങാം. അതായത് അവിടെ സ്വർണം വാടകയ്ക്ക് കൊടുക്കാം. ഇതുപോലെ സ്വർണം എടുക്കുന്നു, വാടകയ്ക്ക് ഉപയോഗിക്കുന്നു, തിരിച്ചു തരുന്നു, സെറ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? ഇത്രയും ബുദ്ധിമുട്ടേണ്ട വല്ല കാര്യമുണ്ടോ? ഈ സ്ത്രീകൾ നമുക്ക് സ്വർണം വേണ്ട എന്നങ്ങ് വിചാരിച്ചാ പോരെ? എങ്ങനെ? സ്ത്രീകൾ നമുക്ക് സ്വർണം വേണ്ട എന്നങ്ങ് വിചാരിച്ചാ പോരെന്ന്. അയ്യടാ, ഒരു കല്യാണം വരുമ്പോഴേ അപ്പ ഇറങ്ങിയ മോഡലുള്ള മാലയും കമ്മലും വളയും കൊലുസും ഒക്കെ ഇട്ടോണ്ടേ സ്ത്രീകൾ പോവൂ. അത് സ്ത്രീകൾക്കൊരു നിർബന്ധമാ. ഇപ്പൊ മനസ്സിലായ സ്വർണത്തിന് വില കൂടുന്നത് എന്തുകൊണ്ടാണെന്ന്? ഇതുകൊണ്ടാ, ഇങ്ങനെയൊക്കെ കൊണ്ട്, അറിയാമോ? കള്ളം കയറി. നാളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇത് സേഫ് ആയിട്ട് ഇവിടെ കൊണ്ടുതരാം. അതുവരെ ഒന്ന് സഹകരിക്കണം.